മുഖ്യമന്ത്രി വിജയ് പ്രഖ്യാപിച്ച കാറുകൾ DMK MLA-മാർക്ക് വേണ്ട, 59 പേരും സ്വീകരിക്കില്ലെന്ന് ഉദയനിധി. ജനപ്രതിനിധികൾക്കായി വിജയ് സർക്കാർ പ്രഖ്യാപിച്ച കാറും മറ്റ് ആനുകൂല്യങ്ങളും നിരസിച്ച് പ്രതിപക്ഷമായ DMK സംസ്ഥാനം കടുത്ത കടക്കെണിയിലാണെന്നും സർക്കാരിന്റെ ഈ നീക്കം പൊതുമുതൽ ദൂർത്തടിക്കുന്നതിന് തുല്യമാണെന്നും DMK കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രിയുടെ ഈ വാഗ്ദാനം യാതൊരു കാരണവശാലും സ്വീകരിക്കേണ്ടതില്ലെന്ന് എല്ലാ MLA-മാരും ചേർന്ന് തീരുമാനിച്ചതായി പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഭരണമാറ്റമുണ്ടായ ആദ്യ ദിവസം മുതൽ സർക്കാർ കടക്കെണിയിലാണെന്ന് അവകാശപ്പെടുന്നവർ എന്തിനാണ് ഇത്തരത്തിലുള്ള ആഡംബരങ്ങൾക്കായി പണം ചെലവഴിക്കുന്നത്? MLA-മാർക്ക് വാഹനം അനുവദിക്കുന്നതിനു മുമ്പ് അവരുടെ തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലങ്ങൾ പരിശോധിച്ച് സാമ്പത്തിക സ്ഥിതിയും നിലവിൽ വാഹനങ്ങളുണ്ടോ എന്നും ഉറപ്പുവരുത്തണമെന്നും DMK ആവശ്യപ്പെട്ടു. എല്ലാ MLA-മാർക്കും കാറും വാഹനവും അലവൻസായി മാസം 75,000 രൂപ, MLA ഓഫീസിൽ സഹായി നിർത്താനായി മാസം 25,000 രൂപ എന്നിങ്ങനെ അലവൻസും കഴിഞ്ഞ ദിവസം വിജയ് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. ആവശ്യമായ സൗകര്യങ്ങളില്ലാത്തതിനാൽ MLA-മാർക്ക് മണ്ഡലത്തിലെത്തി ഫലപ്രദമായി പ്രവർത്തിക്കാൻ കഴിയുന്നില്ലെന്ന VCK MLA ജ്യോതിമണി ആവശ്യപ്പെട്ടതിന് പിന്നാലെയായിരുന്നു വിജയിയുടെ ഈ പ്രഖ്യാപനം. ഭരണതലത്തിൽ അഴിമതിരഹിതമായ ഭരണം ഉറപ്പാക്കുമ്പോൾ തന്നെ ജനപ്രതിനിധികളുടെ അടിസ്ഥാന ആവശ്യങ്ങളും നിറവേറ്റേണ്ടതുണ്ടെന്നും എല്ലാ MLA-മാരെയും തുല്യരായി കാണാനാണ് ഉദ്ദേശിക്കുന്നതെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി വ്യക്തമാക്കി. CPI, VCK തുടങ്ങിയ ചെറിയ കക്ഷികളിലെ പല MLA-മാരുടെയും സാമ്പത്തിക സ്ഥിതി പരിതാപകരമാണെന്നും മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങൾ സന്ദർശിക്കാൻ കാറുകൾ ആഡംബരമല്ല, മറിച്ച് അടിസ്ഥാന ആവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിയമ ഭേദഗതികൾ വരുത്തി ഔദ്യോഗിക ഉത്തരവുകൾ ഉടൻ പുറത്തിറക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഈ പ്രഖ്യാപനമാണ് DMK നിരസിച്ചത്.